نهارك بطال وليلك نائم وعيشك يا مسكين عيش البهائم وعلى محمد سيدنا മുഹമ്മദ്. പ്രിയമുള്ള സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, വെക്കേഷൻ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, അഥവാ അവധിക്കാല ക്ലാസ്. നമ്മുടെ കുട്ടികളെ എപ്പോഴും എല്ലായ്പ്പോഴും ഇങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടിയ ചാൻസ് വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് നാം പൊതുവെ പറഞ്ഞു വരുന്ന നിസ്കാര സംബന്ധമായ മസ്അല ഒന്ന് മാറ്റി കുട്ടികൾക്കും കൂടി മനസ്സിലാകുന്ന രൂപത്തിലാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഈ മനുഷ്യനാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ പറഞ്ഞ് മുഴുമിപ്പിച്ചത്. ഓർമ്മയുണ്ടോ? അതിനുശേഷം നിസ്കാരത്തിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്, അല്ലെ? നിസ്കരിക്കുക, ആ നിസ്കാരത്തിന്റെ മാത്രം മസാല പറഞ്ഞാൽ കുട്ടികൾ വിചാരിക്കും ഞങ്ങൾ മദ്രസയിലും ഇത് തന്നെയല്ലേ പഠിച്ചത്, ഈ വെക്കേഷൻ ക്ലാസ്സിന് ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് വീണ്ടും നിങ്ങൾ അത് തന്നെ ആവർത്തിക്കുകയാണോ, ഞങ്ങളെ പാട്ടിന് പോകുന്നു പറഞ്ഞ് ഇവർ പോയാൽ ഇവരെ പിടികൂടാൻ നമുക്ക് ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഇവിടെ എത്തിപ്പെട്ട ഈ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. അവിടെ ഇവിടെയൊക്കെ മാങ്ങായിക്കും തേങ്ങായിക്കും കല്ലെറിഞ്ഞ് നടക്കുന്നതിന് പകരം ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്ന കുട്ടികളെ എങ്ങനെ പുകഴ്ത്തണമെന്നറിയില്ല. ആ സുന്ദരമായ മുത്തുകളെ പോലുള്ള കണ്ണുകളുമായി ഉറ്റുനോക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു ശലഭങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ലാസുകൾ കേൾക്കാൻ രാവിലെ തന്നെ മദ്രസ വിട്ടതിന് ശേഷം ഇവിടെ എത്തിപ്പെടാനും പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ, ആ അർത്ഥങ്ങൾ, ഖുർആനിന്റെ ശകലങ്ങൾ മനസ്സിൽ ഹൃദയസ്ഥമാക്കാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ ദുആ ചെയ്യുകയാണ്. അപ്പോ നാം മുമ്പ് പറഞ്ഞു വന്നിരുന്നത് നിസ്കാരത്തിന്റെ ഷർത്തുകളായിരുന്നു എങ്കിൽ ഇനി നിസ്കാരത്തിന്റെ ഫർളുകളിലേക്ക് വേണം കടക്കാൻ. നിസ്കാരത്തിന്റെ ഫർള് എത്രയാ മക്കളെ? 6 അല്ല 14 ശരിയാണ്. 6ഉം 5ഉം പറഞ്ഞത് തെറ്റാണ്. അത് മറ്റു പലതുമാണ്. നിസ്കാരത്തിന്റെ ഷർത്തും ഉളൂഹിന്റെ ഫർളും ഒക്കെയാണ് നിങ്ങൾ വിചാരിച്ചു പോയത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഫർള് 14 നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് അംഗീകരിക്കാതെ വയ്യ. പക്ഷെ അത് 14ഉം പറയാൻ സമയമില്ല എന്നുള്ളത് ഇപ്പോ എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിസ്കാരത്തിന്റെ ഫർളുകളിൽ നിന്ന് 2 മാത്രം ഇപ്പൊ പറയാം. ഒന്ന് നിയ്യത്ത്, രണ്ടാമത്തത് ഞാൻ പോകും. 14ഉം നിങ്ങൾക്കറിയാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അറിയാത്ത ആളുകൾ അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കും. അതാ ഇതിന്റെ ശരി. നിസ്കാരത്തിൽ നിന്ന് ആദ്യം നമ്മൾ ആരംഭിക്കുന്നത് നിയ്യത്ത് വെച്ചുകൊണ്ടാണ്. ഒരാളുടെ നിയ്യത്ത് ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല എന്നെല്ലാവർക്കും അറിയാം. എന്താണ് നമ്മുടെ നിസ്കാരത്തിന്റെ നിയ്യത്ത്? ളുഹറിന്റെ നിയ്യത്ത് ഉസല്ലി ഫർള സലാത്തി സല്ലി ലില്ലാഹി തആല. അതെല്ലാവർക്കും അറിയാം. ളുഹർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കും. ആ നിലക്കാണെങ്കിൽ നിങ്ങൾ എന്നെ തോൽപ്പിച്ചു എന്നിപ്പോ തോന്നുന്നു. പക്ഷെ ഞാൻ നിങ്ങളെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ച് തോൽപ്പിക്കാൻ പോവാണ്. ആർക്ക് വേണ്ടിയാ നിങ്ങൾ നിസ്കരിക്കുന്നത്? അപ്പൊ സ്വർഗം നിങ്ങൾക്ക് വേണ്ടേ? അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞൂടെ സ്വർഗത്തിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് എന്ന്? അതെന്താ പറയാത്തെ? അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു, അല്ലെ? അള്ളാഹുവിനെ നമുക്ക് കയ്യിൽ കിട്ടിയാൽ, അള്ളാഹു നമ്മെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്വർഗം എന്തിനാക്കുന്നത്? അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് നേടിയെടുക്കാൻ പറ്റൂലേ? അതുകൊണ്ടാണ് പറഞ്ഞത് സ്വർഗത്തെ ഭയപ്പെടാനോ അല്ലെങ്കിൽ സ്നേഹിക്കാനോ നരകത്തെ ഭയപ്പെടാനോ ഇല്ല. എപ്പോ അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നിയ്യത്ത് ചെയ്താൽ. അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്, അനങ്ങുന്നത്, എണീക്കുന്നത്, നടക്കുന്നത്, നിസ്കരിക്കുന്നത്, എൻ്റെ സർവ്വ ഇബാദത്തുകളും അള്ളാഹുവിനാണ്. അതല്ലേ പിന്നെ വജ്ജഹ്തു പറയുന്നത്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഇന്ന സ്വലാത്തി വനുസുകി
വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിന്റെ അർത്ഥം എന്റെ നിസ്കാരം, എന്റെ മറ്റു സൽക്കർമ്മങ്ങൾ, എന്റെ ജീവിതം, എന്റെ മരണമെല്ലാം ലില്ലാഹി, അള്ളാഹുവിനാണ്, അള്ളാഹു തആലക്ക് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്. ആ ഒരു നിയ്യത്തോടു കൂടിയാണ് ഒരാൾ നിസ്കരിക്കേണ്ടത്. അതേസമയം അള്ളാഹുവിന് വേണ്ടിയല്ല, എനിക്ക് സ്വർഗം കിട്ടണം, ആ നിലയിൽ നിയ്യത്ത് വെച്ചാൽ നിയ്യത്ത് ശരിയാവില്ല. നിയ്യത്തില് കാര്യമായിട്ട് വേണ്ടത് നിർബന്ധം ഫർളാണെങ്കിൽ ഫർള് എന്ന് കരുതണം. നിയ്യത്തിന്റെ വിഷയം പറയുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട മസലയാണ് ഉമ്മമാരെ പറയുന്നത്. ഫർളാണെങ്കിൽ ഫർള് എന്ന് പറയണം. ളുഹ്ർ എന്ന ഫർള് അല്ലാഹു തആലക്ക് വേണ്ടി 4 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഫർള് എന്ന് പറയലാണ് നിർബന്ധം. 4 റക്അത്ത് എന്ന് പറയണമെന്നില്ല. ളുഹ്ർ എന്ന് പറഞ്ഞാൽ 4 റക്അത്ത് എന്നറിയാം, പക്ഷെ അതും പറയൽ സുന്നത്താണ്. അല്ലാഹു തആലക്ക് വേണ്ടി എന്ന് പറയൽ സുന്നത്താണ്, പറഞ്ഞില്ലെങ്കിലും ശരിയാവും. പക്ഷെ അല്ലാഹു തആലക്ക് വേണ്ടി എന്ന് നാവ് കൊണ്ട് പറയുമ്പോൾ അതിൽ സുന്നത്താണ്, അതിന് കൂലി അധികരിക്കും. അപ്പോ ആ നിയ്യത്തിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. എങ്കിലും അല്ലാഹു തആലക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് എന്നിടത്ത് അല്ലാഹു തആലക്ക് വേണ്ടി എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരാള് സ്വർഗത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് മുഴുമിപ്പിച്ച ആളാവുകയില്ല, മറിച്ച് അവന്റെ നിയ്യത്ത് തെറ്റായി പോകും. അതുകൊണ്ടാണ് നാം എന്ത് പ്രയാസം നേരിടുമ്പോഴും അതൊക്കെ അല്ലാഹു തആലക്ക് വേണ്ടി എന്ന് മനസ്സിൽ കരുതിയാൽ എല്ലാ കാര്യങ്ങളും അല്ലാഹു ശരിയാക്കി തരും. അതാണ് നിയ്യത്ത്. നമ്മുടെ നിയ്യത്ത് ശരിയാകണമെന്ന് പറയുന്നില്ലേ? ഏതൊരു കാര്യത്തിൽ നമുക്ക് ബേജാറ് വരുന്നത് എന്തുകൊണ്ടാ? ഇത് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ് എന്നോ അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നിയ്യത്ത് ലില്ലാഹി തആല. അത് നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കിയോണ്ട് തിരിച്ചു ചോദിച്ചതാണ്. ഇനി രണ്ടാമത്തെ ഫർള് തക്ബീറത്തുൽ ഇഹ്റാം. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അറിയാത്ത ചില, നിങ്ങൾക്കെല്ലാം അറിയാം, പെണ്ണുങ്ങൾ കേൾക്കണ്ട, ചിലപ്പോൾ അവർക്ക് മറന്നിട്ടുണ്ടാവും. എന്താ ഈ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ? അതൊരാൾ പറയും, അപ്പൊ കയ്യോർത്തലോ? കയ്യോർത്തൽ തക്ബീറത്തുൽ ഇഹ്റാം അല്ലേ? ആണ അല്ലെന്നോ? അല്ല. കൈ ഉയർത്തൽ അതിന്റെ കൂടെ ഒരു സുന്നത്താണ്. അള്ളാഹു, അപ്പൊ കൈയില്ലാത്ത ആളെങ്ങനെ ഉയർത്തൽ? ഒരാൾക്ക് കൈയില്ല എന്ന് വിചാരിക്കാം, പിന്നെന്ത് ചെയ്യും? അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയലാണ് തക്ബീറത്തുൽ ഇഹ്റാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, നാവില്ലാത്ത ആളെങ്ങനെയാ തക്ബീറത്തുൽ ഇഹ്റാം ഇല്ല? അവിടെ ഇല്ലാത്തവൻ അവിടെ തക്ബീറത്തുൽ ഇഹ്റാമിനെ വായു കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ മനസ്സിൽ കരുതിയാൽ മതി. അവിടെ ഇല്ലാത്തവൻ അപ്പോ അല്ലാഹു അക്ബർ എന്ന് പറയൽ മാത്രമാണ് തക്ബീറത്തുൽ ഇഹ്റാം. പക്ഷെ അത് നിയ്യത്തിനോട് ഒട്ടിച്ചിട്ട് വേണം. ആ എന്ന് പറയുന്നതിന്റെയും അക്ബർ എന്ന് പറയുന്നതിന്റെ റാ. അല്ലാഹു അക്ബർ എന്തുകൊണ്ടാണ് തുടങ്ങുന്നത്? ആ കൊണ്ടാണ് അല്ലെ? അള്ളാഹുവിന്റെ ആ. അക്ബർ എന്ന് അവസാനിക്കുന്നിടത്ത് റ്, അള്ളാഹു അക്ബർ, അക്ബറിന്റെ റ്. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആയും അവസാനത്തെ റാവും ഒഴിയുന്നതിന്റെ ഇടയിൽ അവന്റെ നിയ്യത്ത് അവൻ കരുതണം. അതാണ് പറഞ്ഞത്, നിയ്യത്തോടുകൂടെ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? തക്ബീറത്തുൽ ഇഹ്റാം. അതോടുകൂടെ നിസ്കാരം ആരംഭിച്ചു. ഈ 2 ഫർളാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഉസ്താദ് പോകുന്നല്ലേ? 2ഉം പറഞ്ഞു അല്ലേ? കേട്ടില്ലേ? 2ഉം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പോട്ടെ. 2 ഫർളും ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പോട്ടെ. പോണോ വേണ്ടേ? വേണ്ട. അപ്പൊ നിങ്ങൾ നല്ല കുട്ടികൾ തന്നെയാണ്. ആ 2ലും നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന എന്താ? നിയ്യത്ത് കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അള്ളാഹുവിന് വേണ്ടി ഇതാ നിൽക്കുകയാണ്, നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞ ഒരാൾ ഖിബിലക്ക് മുന്നിട്ട് നിൽക്കലോടുകൂടെ അയാൾ എന്തായി തീർന്നു? ഇതുവരെ അയാൾക്കില്ലാത്തൊരു പ്രത്യേകത അയാളിൽ വന്നു. 2 ഫർള് ഇപ്പൊ ആരംഭിച്ചിട്ടുള്ളൂ. 14 കൂടി ചെയ്ത അവന്റെ അവസ്ഥ എന്തായിരിക്കും? 2 ഫർള് ചെയ്യലോടുകൂടെ അവൻ എന്തായി? ഇനി കടല തിന്നാൻ പറ്റില്ല. അതിന് വേറൊരാള് ഇങ്ങോട്ട് വരട്ടെ നോക്കുമ്പോ വരല എന്ന് പറയാൻ പറ്റില്ല. അത് 2ഉം പറ്റില്ല. ഇനി കൈ അളക്കിയിട്ട് പോകാൻ പറ്റുമോ? അത് ഹറാമാണ്. ഒരാൾ സുന്നത്ത് നിസ്കാരം തുടങ്ങൽ സുന്നത്താണ്. സുന്നത്ത് നിസ്കാരം അത് നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹ് ശിക്ഷിക്കൂല. അതേസമയം അത് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇടക്കുന്ന് മുറിക്കാൻ ഒരാൾ തീരുമാനിച്ചാലോ അതിന് അള്ളാഹു കുറ്റം, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ കിട്ടും. ഒരു അമല് തുടങ്ങിയിട്ട് ഇടക്ക് നിന്ന് മുറിക്കാൻ പാടില്ല. അതാണ് പറഞ്ഞത്. 6ാം ക്ലാസ് ആയാലും 7ാം ക്ലാസ് ആയാലും
പെൺകുട്ടികളായാലും പോയിട്ട് പകുതിയിൽ നിന്ന് എന്തെങ്കിലും പേരിൽ ഉസ്താദിനോട് പോലും പറയാതെ ഇടക്ക് നിന്ന് മുസാഫ് മടക്കിയിട്ട് മദ്രസ നിർത്തിയാൽ ആ മദ്രസയിലെ മുസാഫും ബുക്കും ഒക്കെ അവനെ ശപിച്ചുകൊണ്ടിരിക്കും. ഉസ്താദിന്റെ മനസ്സ് പിന്നെ പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ അതും ബേജാറായിക്കൊണ്ടിരിക്കും. യാസീൻ ഓതിയിട്ട് പകുതി നിർത്താൻ പാടില്ല എന്ന് പണ്ടേ നിങ്ങളോട് ഒരിക്കൽ ഞാൻ പറഞ്ഞതാണ്. പിന്നെന്തിനാ നിങ്ങളിങ്ങനെ ആക്കുന്നത്? ഇടക്ക് നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർത്താൻ പാടില്ല. ഇവിടെ നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളൊക്കെ വെക്കേഷൻ ക്ലാസ്സിന് വന്നു. ഇവിടെ പഠിപ്പിക്കുന്നതെല്ലാം ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ രൂപത്തിൽ കഥയുടെയും അല്ലെങ്കിൽ പൂമ്പാറ്റ പറക്കുന്നത് പോലെയൊക്കെ നിങ്ങളുടെ വായിലേക്ക് ഇട്ടുതരാണ്. ചെറിയ ചെറിയ സൂറത്തും അതിന്റെ അർത്ഥവും. ഇതുപോലും കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പോയാൽ അതിന്റെ പൊരുത്തക്കേട് കിട്ടും. അതുപോലെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് കൈ വിടാനുമല്ല സംസാരിക്കാനുമല്ല ഒന്നുമല്ല. ഇപ്പൊ അവൻ വലിയൊരവസ്ഥയിലേക്കാണ് മാറിയത്. എന്താണ് ആ അവസ്ഥ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിളിച്ചപ്പോൾ അതബോടെ ഓടി വന്ന ഒരു കുട്ടി, ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു മാതാവ്, അയാൾ അള്ളാഹുവിന്റെ അടുക്കൽ അതബുള്ള ഒരു അടിമയായി തീർന്നിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് നമ്മളെ വിളിച്ചു ഹയ്യ അലസ്സലാ, അപ്പൊ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വിളി വന്നിരിക്കുകയാണ്, പള്ളിയിലേക്ക് പോകണം അല്ലെ? അപ്പൊ നമ്മുടെ നാറിയ വസ്ത്രങ്ങളൊക്കെ എടുത്തു മാറ്റി നിസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ പാലിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കൈയും കാലൊക്കെ കഴുകി ഉളു എടുത്തു, അവയവങ്ങളിൽ നിന്ന് നജസൊക്കെ നീക്കി വൃത്തികെട്ട വസ്ത്രങ്ങൾ മാറ്റി അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതിലെന്താ ഉള്ളത്? അദബാണ്. ഈ രണ്ട് ഫർളിൽ നമുക്ക് കാണുന്നത് അദബാണ്. ഏതുപോലെ? ഒരിക്കൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കീഴിലുള്ള അനുയായികളോട് പ്രസംഗിച്ചു, നല്ല കാര്യങ്ങൾ പറഞ്ഞു. ആയിടക്കാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്കൊരു കിതാബ് തരാം മൂസാ നബിയേ. അങ്ങനെ മൂസാ നബിക്ക് ഒരു കിതാബ് കൊടുക്കാൻ പോവാണ്. മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത കിതാബിന്റെ പേരെന്നാ? ഖുറാത്ത, തൗറാത്ത്. അങ്ങനെ തൗറാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം പോയ മലയുടെ പേരെന്നാ? തൂര് സീന. ആ തൂര് സീന പർവ്വതത്തിന്റെ മട്ടുപ്പാവിലേക്ക് കയറാൻ വേണ്ടി കാലെടുത്ത് വെക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു എന്ത് പറഞ്ഞു? ചെരുപ്പഴിച്ചിട്ട് വേണം കയറാൻ. കാരണം എന്തുവാ? അള്ളാഹുവിന്റെ മുമ്പിലേക്കാ പോകുന്നത്. അള്ളാഹുവുമായി സംസാരിക്കാൻ പോവുകയാണ് മൂസാ നബി അലൈഹിസ്സലാം. സംസാരിക്കാൻ പോകുന്ന ഒരാൾ ആളെ നോക്കിയിട്ട് വേണം ബഹുമാനിക്കാൻ. വലിയ നല്ല നല്ല ആളുകളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ തലയിൽ തട്ടയിടാത്ത ആളുകൾ തട്ടയിടും, തൊപ്പി വെക്കാത്ത കുട്ടികൾ തൊപ്പി വെക്കും, ചെരുപ്പുണ്ടെങ്കിൽ അത് അഴിച്ചു വെക്കും. അത് അതവല്ലേ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞു, മൂസാ നബിയേ, ഇത് മഹത്വമുള്ള പർവ്വത നിലയിലേക്കാണ് അങ്ങ് കയറുന്നത്. പടച്ച റബ്ബിനോടാണ് മുനാജാത്ത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പഴയ പോലെ ആ ചെരുപ്പിട്ടിട്ട് കയറല്ലേ മൂസ, ചെരുപ്പഴിച്ചിട്ട് ഈ തൂര് സീന മലപ്പുറത്തേക്ക് കയറിയാ മതി എന്ന് പറഞ്ഞ് അള്ളാഹു അതബ് പഠിപ്പിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചെരുപ്പഴിച്ചിട്ട് അതബോടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹു ആണ് മുന്നിലിരിക്കുന്നത് എന്ന അതബോടെ നിന്ന മൂസാ നബിയുടെ ചിത്രം ആ ആയത്തിൽ നിന്ന് നാം അടർത്തിയെടുക്കുക. ഒരു പർവ്വതത്തിന്റെ മുകളിൽ കൈകെട്ടി അള്ളാഹിനോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്ന മൂസാ നബിയെ നോക്ക്. എന്തൊരു അതബുള്ള കുട്ടി. നിസ്കരിക്കാത്ത കുട്ടികളുണ്ട് അവിടെ? നിസ്കരിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല തോന്നുന്നു. അങ്ങനെയുള്ള കുട്ടികൾ ഇവിടെ എത്തൂല. ഉണ്ടെങ്കിൽ അള്ളാഹ് കിട്ടിയാൽ മതി, ആരോട് പറയണ്ടട്ടാ. നിസ്കരിക്കാത്ത ഉമ്മമാരുണ്ടെന്നോ? ആര്? അങ്ങനെ പറയല്ലോ. നിങ്ങളെ ഉമ്മമാര് നിസ്കരിച്ചോണ്ടല്ലേ നിങ്ങൾ നിസ്കരിക്കുന്നത്? ഉണ്ടെങ്കിൽ ഉമ്മമാരോടും പറയണം. നിസ്കാരം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതബില്ല. നല്ല അതബുള്ള പെണ്ണുങ്ങളാണ്, എല്ലാരോടും നല്ല അതബിൽ സംസാരിക്കും. നല്ല കുട്ടിയാണ്, ഉസ്താദ് സലാം പറയാതെ പോവില്ല, ഉസ്താദ് പറഞ്ഞെടുത്ത് നിൽക്കും, പക്ഷെ അതബ് പൂർത്തിയായിട്ടില്ല. അതബുകളിൽ നിന്ന് ഒന്നാണ് എന്ത്? നിസ്കാരം. ഒരു മനുഷ്യൻ അതബുള്ളവനാണെന്ന് അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ സർട്ടിഫിക്കറ്റിൽ അവൻ എഴുതി വെക്കണമെങ്കിൽ, അഥവാ അള്ളാഹു നമ്മെ അംഗീകരിക്കണമെങ്കിൽ ആദ്യം എന്താണ് വേണ്ടത്? വിളിച്ചെടുത്ത് വന്ന അതബോടെ നിൽക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ചിത്രം പോലെ 5 വഖ്ത് നേരവും ചെരുപ്പഴിച്ചിട്ട് ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം നീക്കിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന അടിമയെയാണ് അള്ളാഹുവിന് ആവശ്യം.
അവിടെയാണ് നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന മനുഷ്യൻ, അവന്റെ വായിലൂടെ ഒരാളോടും സംസാരം വരുന്നില്ല. അവനെ കൂട്ടുകാരൻ വിളിച്ചാലും അവൻ നോക്കുന്നില്ല, അവൻ ആര് തോണ്ടി വിളിച്ചാലും നോക്കുന്നില്ല, ഒരാളും അവന് കടല കാണിച്ച് കയ്യിലേക്ക് ചൊരിഞ്ഞു കൊടുത്താലും തിന്നൂല, ജ്യൂസ് കൊടുത്താൽ പോലും തിന്നൂല, കുടിക്കൂല. പിന്നെ നിസ്കരിച്ച് തീരുന്നത് വരെ അവന്റെ മുമ്പിൽ ആര് മാത്ര? അള്ളാഹു. അവനാണ് യഥാർത്ഥത്തിൽ അദബുള്ള മനുഷ്യൻ. അദബുണ്ടോ നിങ്ങൾക്ക്? അദബ് എന്ന് പറഞ്ഞാൽ എന്താ? മര്യാദ. ഇത് ഏറ്റവും വലിയ മര്യാദയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരു അടിമ മര്യാദക്കാരനായാലേ അടി കിട്ടാതെ രക്ഷപ്പെടുകയുള്ളൂ. മര്യാദയുള്ള അദബുള്ള കുട്ടികൾക്കാണ് അടിയിൽ നിന്ന് രക്ഷപ്പെടുക. അദബിന് സമ്മാനം റബീഉൽ അവ്വൽ 12 ലഭ്യമാവുകയുള്ളൂ. പിന്നെ നാട്ടിലും കുട്ടികളുടെ ഇടയിലും ഉസ്താദുമാരുടെ മനസ്സിലൊക്കെ നിങ്ങളോട് സ്നേഹം ഉണ്ടാവുള്ളൂ. ഇത് മൂന്നും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടണമെങ്കിൽ, അഥവാ നരകത്തിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗമെന്ന സമ്മാനം കിട്ടാനും അള്ളാഹുവിന്റെയും റസൂലിന്റെയും മലായിക്കത്തുകളുടെയും ഒക്കെ സ്നേഹം സമ്പാദിക്കാനുമുള്ള ഒരു വഴിയാണ് അദബ് എങ്കിൽ അതിൽ നിന്ന് ഒന്നാമത്തതാണ് എന്ത്? നിസ്കാരം. നിസ്കരിക്കാത്ത മനുഷ്യൻ അള്ളാഹു വിടൂല. അവൻ അടിക്കോ? അടിക്കുന്നതല്ല, ചിലപ്പോ അവനെ പിടിച്ചങ്ങ് കൊന്നുകളയും അള്ളാഹു. ഞാൻ വെറുതെ പറയല്ല, പെട്ടെന്ന് മരിപ്പിച്ചു കളയും. ആക്സിഡന്റ് ആവുന്നില്ല ഇപ്പോ? ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചിട്ട് കത്തിപ്പോകുന്നില്ലേ? വണ്ടിയിൽ പോകുമ്പോ വണ്ടി ഇടിച്ച് കൈയും കാലും പൊട്ടിപ്പോകുന്നില്ലേ? ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഡ്രൈവറിനെ ഓടിക്കാൻ അറിയാത്തോണ്ടാണ്. അയാൾ എത്ര വട്ട വണ്ടി ഓടിച്ചത്, എത്ര കാലം അയാൾ ഗിയർ മാറ്റുന്നു, എത്ര കാലം അയാൾ 4 സ്പീഡിൽ പോകുന്നു, ഗിയർ 4 ഇട്ടിട്ട്. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഏതോ തെറ്റ് ചെയ്തവൻ ആ വഴിക്ക് പോയിട്ടുണ്ട്. സുബഹി നിസ്കരിക്കാത്തവൻ പോയിട്ടുണ്ട്. ഉമ്മയുടെ മുന്നിൽ ഉളു എടുക്കാതെ നിസ്കരിച്ചതായി അഭിനയിച്ചിട്ട് പള്ളിയിലേക്ക് പോയി വന്ന കുട്ടി അക്കൂട്ടത്തിലുണ്ട്. കുട്ടികളോടാ പറയുന്നത് കേട്ടോ, ഉമ്മമാരൊക്കെ അങ്ങനെ ആക്കൂല. ചിലപ്പോ ഭർത്താവിനെ പേടിച്ചിട്ട്, ഉപ്പാമാരെ പേടിച്ചിട്ടേ നിസ്കരിച്ച പോലെ ആക്കും. ഉപ്പ വരുമ്പോ അപ്പ സലാം വെട്ടിയവരാക്കും. അതുവരെ ഇങ്ങനെ ഉപ്പ വരുന്നോ നോക്കിയതാ. അപ്പ സലാം വെട്ടി, നിസ്കരിച്ച് സലാം വെട്ടിയല്ല. അങ്ങനെ ആക്കിയാലോ അവിടെയാണ് പ്രശ്നം വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ അദബാണെങ്കിൽ അദബില്ലാത്തവനെ അല്ലാഹു പിടികൂടുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിസ്കാരമാണ്, നിസ്കാരമില്ലാത്തതാണ് ലോകത്തുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും കാരണം. ഇപ്പോ നിസ്കരിക്കുന്ന ആളുകൾ കുറവാണ്, അതുകൊണ്ടാണ് അപകടങ്ങൾ വരുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാണ് കസറത്ത് ഫുജഅത്തുൽ മൗത്ത്. നിസ്കരിക്കുന്ന ആളുകൾ കുറയുക, തെറ്റ് കൂടുക, ഇതൊക്കെയാണ് കുടുംബത്തിന് അപകടം വരാൻ കാരണം. അത് ചെയ്ത ആൾ, തെറ്റ് ചെയ്ത ആൾക്കല്ല വരിക. കുടുംബത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ വേറെ ആർക്കായിരിക്കും അത് ഫലിക്കുക. ചിലപ്പോൾ അതിന്റെ കുറ്റം, അതിൻ്റെതായ ഫലം അനുഭവിക്കേണ്ടി വരിക മറ്റുള്ളവരായിരിക്കും. ഭാര്യ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ ഭർത്താവിനായിരിക്കും അതിന്റെ ദുർമരണമോ അല്ലെങ്കിൽ അതിന്റെ ഫലവും അനുഭവിക്കേണ്ടി വരുള്ളൂ. ഞാൻ വെറുതെ പറയല്ല. കസുറത്തു ഫുജഅത്തുൽ മൗത്ത്. നോക്ക്, നല്ല കഥയാ പറയാൻ പോകുന്നത്. പെട്ടെന്ന് മരിക്കുക, അതിനൊരു പേരുണ്ടല്ലോ, എന്താ? ഹാർട്ട് അറ്റാക്ക് ഇല്ലേ? ഇങ്ങനെ നടന്നു പോകുമ്പോ വീഴുന്നു, ഇരുന്നിടത്ത് വീഴുന്നു, ഉറങ്ങിയിടത്ത് മരിക്കുന്നു. അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ. ഇന്നാണ് ടാങ്കർ ലോറിയിൽ തീ പിടിച്ചിട്ട് എത്രയോ ആളുകൾ കരിഞ്ഞു മരിച്ചു. ചാനലുകളിലും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും ഒക്കെ അതിന്റെ ചിത്രങ്ങൾ വന്നു. ഒരാള് തീ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. അയാൾ തീ പിടിച്ചിട്ട് മുഴുവനായി കരിഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ്. അവസാനം അയാൾ എവിടെന്നാ വരുന്നതെന്ന് അറിയില്ല. എവിടെയോ തീ പിടിച്ചിട്ട് എല്ലാരെയും രക്ഷപ്പെടുത്താൻ നോക്കുമ്പോ ഇയാൾ തീയിൽ ഇങ്ങനെ വെന്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നു. ഹാലില്ല, ഞാൻ എവിടേക്കാ പോകുന്നതെന്ന് അറിയില്ല. ഒരു ഇടത്ത് എല്ലാവരും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മക്കാൻ പീടികയുടെ അടുത്ത് വന്നിട്ട് അയാൾ എന്തോ ഇങ്ങനെ ചോദിക്കുന്നു, ഞാൻ എവിടെയാണ്. അപ്പൊ അവരൊക്കെ ചോദിക്കുന്നു, നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? എല്ലാം കരിഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കറിയില്ല. അപ്പോഴാണ് വാർത്ത വരുന്നത്, അവിടെ ഒരു ടാങ്കർ ലോറി കത്തിയിട്ടുണ്ട്, അതിന്റെ ഫലമായിട്ട് 2-3 വീടുകളും കത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് എണീറ്റ് വന്ന മനുഷ്യനാണ്. ശരീരം മുഴുവനും ബന്ധ, കണ്ടാൽ പേടിക്കുന്ന ഒരു രൂപമായിട്ട് അവിടെ വന്നിരിക്കുന്നത് അവിടെ കത്തിക്കരിഞ്ഞൊരു മനുഷ്യനാണ്. ഇത് നമുക്ക് ഏത് സമയത്തും സംഭവിക്കാവുന്ന ദുരന്തങ്ങളാണ് എങ്കിൽ
ഇതിനൊക്കെയുള്ള കാരണം അന്വേഷിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നാം അദബ് കാണിക്കുന്നില്ല, അള്ളാഹു പറഞ്ഞിടത്ത് നമ്മൾ നിൽക്കുന്നില്ല, അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞ ഹറാമിയത്തുകളെ നമ്മൾ സൂക്ഷിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇങ്ങനെയൊക്കെ അപകടങ്ങൾ ലോകത്തുണ്ടാകുന്നത് നിസ്കാര സംബന്ധമായ വിഷയം തുടങ്ങിയതായതുകൊണ്ട്, നിസ്കാരം നിസ്കരിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന വല്ല ബാബു ഉണ്ടോ എന്ന് നോക്കാം. ബഹുമാനപ്പെട്ട ദാനിയാൽ നബി അലൈഹിസ്സലാം, ദാനിയാൽ എന്നൊരു നബിയുണ്ട്. നമുക്ക് 25 അമ്പിയാക്കളുടെ പേരിൽ ദാനിയാൽ നബിയുടെ പേര് കിട്ടിയിട്ടില്ല. കേട്ടിട്ടുണ്ടോ? 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നില്ല 25 അമ്പിയാക്കളുടെ പേര്. ആ പേരിൽ ഇതില്ല. പിന്നെയോ ഇത് തൗറാത്തിൽ നിന്നും മറ്റുമൊക്കെ കിട്ടിയ പേരാണ്. ദാനിയാൽ നബി അലൈഹിസ്സലാം. 1,25,000 അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട് അല്ലേ? അത്രയും അമ്പിയാക്കളുടെ പേര് മൊത്തം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതിൽപ്പെട്ട ഒരു നബിയാണ് ദാനിയാൽ നബി അലൈഹിസ്സലാം. അദ്ദേഹം പറഞ്ഞതായി തൗറാത്തിലുണ്ട്, ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ലോകാവസാന കാലഘട്ടത്തിൽ വരുന്ന പ്രവാചകരുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളെ കുറിച്ച് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അവരുടെ വിശേഷണം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അവരെങ്ങനെയുള്ള ആളായിരിക്കും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് അഥവാ മുഹമ്മദീയ സമുദായം അഥവാ നമ്മൾ എങ്ങനെ ആയിരിക്കുമെന്ന് ആ നബിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു. എന്താണ് നമ്മളെ കുറിച്ച് അള്ളാഹു അറിയിച്ചു കൊടുത്തത്? അവരൊരു നിസ്കാരം നിസ്കരിക്കും, വലിയ മഹത്വമുള്ള നിസ്കാരക്കാരായിരിക്കും അവര്. നമ്മളെ കുറിച്ച് ദാനിയാൽ നബിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തെന്താ? മുഹമ്മദ് നബിയുടെ ഒരു സമുദായം വരാനുണ്ട്, അവര് നല്ല നിസ്കാരക്കാരായിരിക്കും. എങ്ങനെയുള്ള നിസ്കാരമാണ്? ലൗ സ്വല്ലാഹ ഖൗമു നൂഹിൻ, ശ്രദ്ധിക്കണം, പോയിന്റാണ്. ലൗ സ്വല്ലാഹ ഖൗമു നൂഹിൻ മാ ഉരിഖു. നമ്മൾ പറയുന്നെന്താ? നിസ്കാരം ഇല്ലാത്തത് കൊണ്ടാണോ ഇവിടെ മഴ പെയ്യാത്തത് എന്നും, നിസ്കാരമില്ലാത്തത് കൊണ്ടാണ് മാറാവ്യാധികൾ വരുന്നത് എന്നും, നിസ്കാരമില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്നുള്ള മരണവും അപകടങ്ങളും മറ്റും ഇവിടെ ലോകത്ത് വർദ്ധിച്ചത് എന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെങ്ങനെ മനസ്സിലായി? ദാനിയാൽ നബി അലൈഹിസ്സലാം പറയുന്നു, ഒരു നിസ്കാരം മുഹമ്മദ് നബിയുടെ സമുദായം നിസ്കരിക്കുന്നു, ആ നിസ്കാരം എങ്ങാനും നൂഹ് നബിയുടെ ഖൗമ് നിസ്കരിച്ചിരുന്നെങ്കിൽ അവര് വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കുമായിരുന്നില്ല. മനസ്സിലായില്ലേ? നൂഹ് നബിയുടെ ഖൗമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരെന്നതാ ചെയ്തത്? നൂഹ് നബിയെ കളിയാക്കി, നൂഹ് നബിയെ കൊല്ലാൻ നോക്കി, നൂഹ് നബി ആട്ടി ഓടിക്കാൻ നോക്കി അല്ലെ? നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ആയിട്ടുണ്ട്. 1000 കൊല്ലം ജീവിച്ച മഹാനാണ് ആര്? പറയും. നൂഹ് നബി അലൈഹിസ്സലാം. ആദം നബി അത് വേറെ കഥ. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം പ്രബോധനം നടത്തി. 1000ഓളം വർഷം ജീവിച്ചു. 40 വയസ്സിൽ നബിയായി. അതിനുശേഷം 950 കൊല്ലം ഇസ്ലാം പ്രചരിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തെ അംഗീകരിക്കാനോ മുന്നോട്ട് വരാനോ എല്ലാവരും തയ്യാറായില്ല. ലോകം മുഴുക്കെ അദ്ദേഹത്തിന് ശത്രുക്കളാണ്. തുച്ഛമായ ആളുകൾ മാത്രം സ്വീകരിച്ചപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ ഇതെന്തുവാ, ഞാൻ എത്ര പറഞ്ഞിട്ടും നന്നാവുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഇനി ആരും വിശ്വസിക്കൂല, ഇനി ആർക്കും ഹിദായത്ത് ഞാൻ വിധിച്ചിട്ടില്ല. അള്ളാഹു പറഞ്ഞപ്പോ പിന്നെ അതിന്റെ അപ്പുറമില്ല. നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി ലാ തദർ ഫിൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ലോകത്ത് കാഫിറിന്റെ ഒറ്റ വീടും ബാക്കി വെക്കണ്ട, അവിശ്വാസികളെ വെച്ചേക്കരുത്, തട്ടിക്കളയുക അള്ളാഹു പറഞ്ഞു. ആ സമയത്ത് അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമിനെ അറിയിച്ചു, അവരെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? വെള്ളപ്പൊക്കമുണ്ട്. കുട്ടികളുണ്ടായി ഉറങ്ങുന്ന പോലെ. നിങ്ങൾക്ക് വേണ്ടി ഈ കഥയിലേക്ക് വന്നു. ഉമ്മമാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, അല്ലയോ? നിങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ ശൈലിയും രൂപവും ഭാവവും ഒക്കെ ഞാൻ മാറ്റുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ ഉണ്ടാക്കാൻ പോവാണ്. എന്തിന്? വെള്ളപ്പൊക്കം വരുമ്പോൾ കപ്പൽ ഉണ്ടാകും, മഴ പെയ്യുമ്പോൾ നമ്മൾ എന്ത് കുട വാങ്ങും? തൊപ്പിക്കുട. അതിനനുസരിച്ച് ജീവിക്കണ്ടേ? പരീക്ഷ വരുമ്പോ പഠിക്കണ്ടേ? നിസ്കാരത്തിന്റെ സമയം വരുമ്പോ കുളിക്കണ്ടേ?
അതൊന്നും നിങ്ങൾക്കറിയില്ലേ? ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, സിനിമ കാണാൻ പറ്റുമോ? ഓരോന്നും അതിൻ്റെതായ സമയത്ത് നടത്തണം. മഴ വരാൻ പോകുമ്പോൾ കുട വാങ്ങുന്നത് പോലെ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്ത കേട്ടിട്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്താദ്യമായി കപ്പലുണ്ടാക്കിയ പ്രവാചകരാണ്. അദ്ദേഹം കപ്പലുണ്ടാക്കാൻ ആരംഭിച്ചു. ഞങ്ങൾ കളിയാക്കി, കരയിൽ കപ്പലോടുമോ? ഈ കരയിൽ കപ്പലുണ്ടാക്കി വെച്ചിട്ട് എപ്പോഴാ ഓടുന്നത്? ഇവിടെ എവിടെയും പുഴയില്ലല്ലോ, കടൽ അങ്ങ് ദൂരല്ലേ, അവിടേക്ക് നീ നിന്റെ കൂട്ടരെ ഉരുട്ടിക്കൊണ്ടുപോകോ ഇതിനെന്നൊക്കെ ചോദിച്ചു. നീ ഉണ്ടാക്കും, കുറെ വലിയ കപ്പലുണ്ടാക്കും, കോടികൾ ചെലവഴിച്ച്. നീ ഉണ്ടാക്കാൻ പോകുന്നില്ല. ആരെന്ത് കളിയാക്കാലും ഉണ്ടാക്കാതിരിക്കോ? കോടികൾ വരെയുള്ള കപ്പൽ അതുണ്ടാക്കൂലേ? ഉണ്ടാക്കി. ഉണ്ടാക്കുമ്പോ കുറെ ആളുകൾ കളിയാക്കി, കുറെ ആളുകൾ കളിയാക്കിയിട്ട് നിർത്തുന്ന കാണുന്നില്ല, പണി തുടരുകയാണ്. അപ്പൊ രാത്രി വന്ന് അതിൽ പാത്താനും പിന്നെ അതിൽ കാഷ്ടിക്കാനും തോന്നി. രാത്രി വന്ന് കാഷ്ടിക്കും. എന്തിന്? നൂഹ് നബിയെ ചതിക്കാൻ വേണ്ടിയും കളിയാക്കാൻ വേണ്ടിയും. അങ്ങനെ കാഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളെ ഉസ്താദുമാര് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ കേട്ടുകൊള്ളുക, ഒരാള് കാൽ കഴുകി വീണു. ചതിക്കാൻ നോക്കിയ കുഴിയിൽ അവൻ തന്നെ വീണു. അവൻ കാഷ്ടിച്ചതിന്റെ മേത്ത് അവൻ തന്നെ വീണു. നല്ല മണം. അവൻ മേത്ത് ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ തോർത്തി മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, അവരുടെ ശരീരത്തിൽ ഒരു വെള്ളപ്പാണ്ട് രോഗം ഉണ്ടായിരുന്നു, ഫുള്ളായിട്ട് വെള്ളയായിട്ട്. അത് മാറി, കുറച്ചങ്ങോട്ട് മാറി. അവനൊരു സംശയം, ഇത് കാഷ്ടം കൊണ്ടിട്ടാണോ മാറിയത് എന്ന് വിചാരിച്ച് കുറച്ച് അപ്പുറത്ത് കൂടി തേച്ചു നോക്കി. നോക്കുമ്പോ അതും മാറുന്നുണ്ട്. അങ്ങനെ ശരീരം മുഴുവനും തേച്ചു നോക്കിയപ്പോൾ വെള്ളപ്പാണ്ട് രോഗം മാറുന്നുണ്ട്. അവരിങ്ങ് കാശിച്ച് വൃത്തികേടാക്കി വെച്ച ആ കാശത്തിലേക്ക് ഓരോരുത്തർ ഇത് അറിഞ്ഞു വന്നിട്ട് ശരീരത്തിലേക്ക് തേക്കാൻ തുടങ്ങി. തേച്ച് അവസാനം പിന്നെ വരുന്നവർക്ക് കാഷ്ടമില്ല. അവരെന്ത് ചെയ്തു? കപ്പലിന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ആ വെള്ളം കൊണ്ട് കുളിച്ചു. കുറെ ആൾ കുടിക്കുകയും ചെയ്തു. പിന്നെയും വരുന്നവർക്കൊന്നും കിട്ടാത്തപ്പോ അതിന്റെ അവശിഷ്ടം ബാക്കിയായതിന് അതിനെയും കഴുകി അവസാനം കുട്ടികൾ പാത്രം കഴുകുന്നത് പോലെ 10 പ്രാവശ്യം കഴുകി നല്ല സുഖം വൃത്തിയായി മാറിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കഴുകിപ്പിച്ചതാണ് എന്നുള്ള തന്ത്രം അവരുടെ മനസ്സിൽ പോയത്. പക്ഷെ അവരുടെ വെള്ളപ്പാണ്ടൊക്കെ സുഖമായി, അധികകാലം അവർക്ക് ജീവിതമില്ല എന്നുള്ളത് കാര്യം അവർക്കറിഞ്ഞില്ല. അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഘോരമായ മഴ വർഷിപ്പിച്ചു. ഇടിയും മഴയും വന്നു. ഒരുപാട് ആഴ്ചകളോളം മഴ പെയ്തപ്പോൾ ലോകത്ത് വെള്ളപ്പൊക്കമുണ്ടായി. അടുപ്പിൽ നിന്ന് പോലും വെള്ളം ഉറവ പൊട്ടി. അവസാനം മുങ്ങി മരിക്കാൻ പോകുന്ന അവർ ഓരോരുത്തരും വിളിച്ചു പറഞ്ഞു, ഓ നൂഹ് നബിയെ രക്ഷിക്കൂ. പക്ഷേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിൽ ആരെയും കയറ്റിയില്ല. ആരെ മാത്രമേ കയറ്റിയിട്ടുള്ളൂ? ആരെ മാത്രമേ കപ്പൽ കയറ്റിയുള്ളൂ? സത്യവിശ്വാസികളെ. പിന്നെ ഓരോ ജീവികളിൽ നിന്ന് ഒരാണിനെയും ഒരു പെണ്ണിനെയും. പിന്നെ ആരെ കയറ്റി? അവസാനം പിന്നെ ഒരാൾ കയറാതെ ബാക്കിയുണ്ടായിരുന്നു. അല്ല, ഇബ്ലീസ്. അവസാനം അവനും കയറി. നോക്ക്, എല്ലാവരും ലഡു തിന്നുമ്പോ പാസ് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അവർ നശിച്ച് നാമാവശേഷമായി മാറി. ആര്? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കളിച്ചവർ. അവര് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം നിന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാം കൂട്ടരും നിസ്കരിച്ചപ്പോൾ അവർ നിസ്കരിച്ചില്ല. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവർ വന്നില്ല. അതിന്റെ പേരിൽ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. എങ്കിൽ ദാനിയാ നബി അലൈഹി സ്വലാം പറയുന്നു, വെള്ളപ്പൊക്കവും സുനാമിയും അപകട മരണങ്ങളുമൊക്കെ ഇതിനോട് തുല്യമായതല്ലേ? ആ ജനസമൂഹം നിസ്കരിച്ചിരുന്നെങ്കിൽ, ഏത് നിസ്കാരം? ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി. നമ്മുടെ സമുദായം നിസ്കരിക്കുന്ന നിസ്കാരം 5 വക്തല്ലേ ഉള്ളൂ. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി. സുബ്ഹിയിലെ 4 റക്അത്തല്ലേ? ഈ നിസ്കാരം അങ്ങ് നിസ്കരിച്ചിരുന്നെങ്കിൽ ആര്? ആ നൂഹ് നബിയുടെ കാലത്തുള്ള വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ച ആളുകൾ നിസ്കരിച്ചിരുന്നെങ്കിൽ മുങ്ങി മരിക്കില്ലായിരുന്നോ? ഇതാരാ പറയുന്നത്? ഷാവുസ്താദ. അതായത് ഷാവുസ്താദ ഞാൻ ആരോടും പറയാൻ പറ്റാം. അപ്പൊ
അള്ളാഹുവിന്റെ പ്രവാചകനായ ദാനിയാൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് പറഞ്ഞത്, ആ സമൂഹം നിസ്കരിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും നിസ്കരിക്കാത്തവരുണ്ട് അവിടെ? ശബ്ദം കേൾക്കുന്നുണ്ടോ? അപ്പോ ദാനിയാൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതനുസരിച്ച് വെള്ളപ്പൊക്കത്തിൽ സുനാമി ബാധിച്ച് മരിച്ചവരൊക്കെ ഏകദേശം അക്കൂട്ടത്തിൽ ആരുണ്ടാവും? നിസ്കരിക്കാത്തവരുണ്ടാവും. അത് മാത്രമല്ല, വലൗ സല്ലാഹാ ഖൗമു ആദ് സമൂഹം അഥവാ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം ആ നിസ്കാരം നിസ്കരിച്ചിരുന്നെങ്കിൽ, ഏത് നിസ്കാരം? ളുഹുറും അസ്റും മഗ്രിബും ഇശാഉം സുബ്ഹിയും ആ ആദ് സമൂഹം നിസ്കരിച്ചിരുന്നെങ്കിൽ, മാ ഉർസിലത്ത് അലൈഹിം റീഹുൽ അഖീം, കൊടുങ്കാറ്റ് കൊണ്ട് അവരെ അള്ളാഹു നശിപ്പിച്ചു കളയുമായിരുന്നില്ല, അവരെ അള്ളാഹു രക്ഷപ്പെടുത്തുമായിരുന്നു. വലിയ വലിയ പന പോലുള്ള ഈന്തപ്പന പോലെ, വലിയ മരം പോലെ, തെങ്ങ് പോലെ വളർന്ന അവര് തെങ്ങ് വെട്ടിയിട്ടതുപോലെ കാറ്റത്ത് ചത്തു മലച്ചു പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടായെങ്കിൽ അതില്ലാതായി മാറുമായിരുന്നു 5 വഖ്ത് നിസ്കാരം അവർ നിസ്കരിച്ചിരുന്നെങ്കിൽ. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം അവരെ അള്ളാഹു എങ്ങനെയാണ് നശിപ്പിച്ചത്? കൊടുങ്കാറ്റ് കൊണ്ടാണ്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവർ കളിച്ചു. അവര് പറഞ്ഞു, വിടില്ല, നിന്നെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കില്ല, അർജുമന്നക്ക, നിന്നെ എറിഞ്ഞു കൊല്ലൂ എന്ന് പറഞ്ഞു. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എറിഞ്ഞു. ആകാശത്തിന് കല്ലേറ് വന്നു, അതുപോലെ ഭൂകമ്പമുണ്ടായി, കൊടുങ്കാറ്റ് മടിച്ചു വീശി, അവര് നാമാവശേഷമായി മാറി. ഇങ്ങനെ ലോകത്ത് കാറ്റടിച്ചുകൊണ്ട് ഭൂകമ്പമുണ്ടായിട്ട് നശിക്കുന്നതിന് കാരണം എന്താ? നിസ്കാരമില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഭൂകമ്പമില്ല ഇപ്പൊ എല്ലായിടത്തും. ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ കുലുങ്ങുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മെ കാക്കട്ടെ. ദ്വാരണ മാത്രം പോരാ, നിസ്കാരവും പോരാ. മദ്രസ ലീവ് കിട്ടി, സ്കൂള് ലീവ് കിട്ടിയിട്ടുണ്ട്. മദ്രസ വിട്ടതിന് ശേഷം പള്ളിയുടെ ഭാഗത്ത് തന്നെ വരാത്ത കുട്ടികൾ അല്ലേ? ളുഹറിന് പള്ളിയിലേക്ക് വരാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അള്ളാഹിനെ പേടിയില്ല. നിസ്കരിച്ചില്ലെങ്കിൽ ഒന്നും ആവൂലാന്നാ പേടി. പറയാൻ പറ്റില്ല. നിങ്ങളാണ് നാളത്തെ കുട്ടികൾ. ഇന്ന് നമ്മുടെ ഉമ്മമാരും ഉപ്പായൊക്കെ നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ ഇത് നാളെ ഒരു 10 വർഷം 20 വർഷം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് മീശ വെച്ചവർ, നിങ്ങളാണ് നിസ്കരിക്കേണ്ടവർ. അപ്പൊ നിങ്ങൾ നിസ്കരിക്കാത്തവരായി മൊത്തം മാറിയാൽ കേരളത്തിലും എന്ന് മാത്രമല്ല ഈ കാസർഗോഡ് ജില്ലയിലും ഭൂകമ്പം പൊടുന്നനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആർക്കും ഇവിടെ വീട് കെട്ടാൻ പറ്റില്ല, ആർക്കും ഇവിടെ നേരാൻ വണ്ണ റോഡിലൂടെ വാഹനം ഓടിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് റോഡുകൾ വിണ്ടു കീറുകയാണ്, വീടുകളൊക്കെ ഇങ്ങനെ പറന്നു പോവാണ്, പപ്പടം പോലെ പൊടിഞ്ഞു പോവാണ്. ഭൂകമ്പം ഉണ്ടാകുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലേ? സുനാമി ഉണ്ടാകുന്ന വെച്ചാൽ നിങ്ങൾ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഭൂകമ്പം ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ടോ? റോഡ് ഇങ്ങനെ പൊട്ടുന്നത്, ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ മറിയുന്നത്, ഇതൊക്കെ ഉണ്ടായതല്ലേ ലോകത്ത്? ഇതൊക്കെ ഉണ്ടാകാൻ കാരണം നിസ്കാരം ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ന് ളുഹ്റ് ഞാൻ നിസ്കരിക്കുമെന്ന് പറയുന്നവരെന്ന് കൈവക്കിയ, ഇതുവരെ ഞാൻ ളുഹ്റ് നിസ്കരിച്ചിട്ടില്ല, ഇന്നു മുതൽ ഞാനത് തലാഖ് വിട്ടെന്ന് പറഞ്ഞ ഒരു കൈവക്ക്. അത് ശരി. ഇനി ഒരു കാര്യം പറയാം, ഇവിടെ ഉമ്മ പറയാൻ കാത്തിരിക്കരുത്, ഉസ്താദ് അടിക്കും എന്നുള്ള ഭയം ആകരുത്. നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ട് ലോകത്ത് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിസ്കാരം നിർവഹിക്കണം. ഇത് നിങ്ങളല്ല ഭയപ്പെടുന്നത്, വലിയവരായ നമ്മുടെ ഉമ്മയും ഉപ്പയും ഉസ്താദുമാരൊക്കെ ഭയപ്പെട്ടത് കൊണ്ടാണ് അവർ കൃത്യം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ എന്ത് ജോലി ഉണ്ടെങ്കിലും ഉടനെ വസ്ത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ പോകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകരിൽപ്പെട്ട ദാനിയാൽ നബി അലൈഹിസ്സലാം പറയുന്നു, മുഹമ്മദ് നബിയുടെ സമുദായം നിസ്കരിച്ച 5 വഖ്ത് നിസ്കാരം ചെറുതല്ല. വലൗ സല്ലാഹാ ഖൗമ സമൂദ് ഗോത്രമുണ്ടല്ലോ, ലോകത്ത് അടിച്ചുപൊളിച്ച് ജീവിച്ച സമൂദ് വർഗം, അഹങ്കാരികളായ സമൂദ് വർഗം, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ കത്തിയെടുത്ത സമൂദ് വർഗം, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൊണ്ടുവാടോ നിന്റെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ സമൂദ് വർഗം, ആ സമൂദ് വർഗത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ, അവർക്ക് അള്ളാഹു ഭൂകമ്പത്തെ കൊടുത്തെങ്കിൽ, മാ അഖൽതുമു സ്വൈഹാ,
അവർ 5 വഖത്ത് നിസ്കാരം നിസ്കരിച്ചിരുന്നെങ്കിൽ അവർക്ക് അല്ലാഹു ഭൂകമ്പം കൊടുത്ത് നശിപ്പിച്ചില്ലായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകരിൽപ്പെട്ട ദാനിയേൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അപ്പൊ നിസ്കരിച്ചാൽ അപകടങ്ങളൊന്നും ഉണ്ടാവൂല. നിസ്കരിക്കാതെ, സമയമാകുമ്പോഴും നിസ്കരിക്കാതെ, എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ഇട്ടിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയിൽ പോയി തലാകുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ തയ്യാറാകാത്തവരാണ് വണ്ടി ഇടിക്കുക. എല്ലാം അങ്ങനെയൊന്നല്ല, പല 3/4 ഭാഗം അങ്ങനെയാണ്. ആരെങ്കിലും നിസ്കരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കായിരിക്കും അതിന്റെ കുഴപ്പം വരിക. കാരണം നിസ്കരിപ്പിച്ചില്ല. നിങ്ങളെ ഉമ്മ തല്ലുന്നത് എന്തിനാ? ഉമ്മാക്കും അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ്. ഉമ്മ നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കാതെ ഇങ്ങനെ പോത്ത് പോലെ മുക്കറയിട്ട് കിടന്നുറങ്ങുമ്പോൾ ഉമ്മ തല്ലിയില്ലെങ്കിൽ ഉമ്മായിക്കും അതിന്റെ കുഴപ്പം വരും. കാരണം എന്താ? ലോകത്ത് അപകടങ്ങൾ വരുന്നത് ആളെ നോക്കിയിട്ടല്ല, മൊത്തത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിയാമത്ത് നാളിന് അടുത്താകുമ്പോ ഒരു യാത്രാ സംഘം ഇങ്ങനെ വരും. അതില് പലരും ഉണ്ടാവും. നോക്ക്, ഒട്ടകക്കൂട്ടം ഇങ്ങനെ വരും. അതിൽ കഅബ പൊളിക്കാൻ വരുന്ന ആളുകൾ ഉണ്ടാവും. ആര്? കഅബയെ പൊളിക്കാൻ വേണ്ടിയിട്ട് ആ സംഘം വരുന്നു. അക്കൂട്ടത്തിൽ യാത്രക്കാരായ കച്ചവടക്കാരുണ്ടാവും. ചിലപ്പോൾ ഉംറക്ക് വേണ്ടി വരുന്നവരുണ്ടാവും. ഹജ്ജ് മാസമാണെങ്കിൽ ഹജ്ജിന് വരുന്നവർ അക്കൂട്ടത്തിലുണ്ട്. എല്ലാവരും ഒരേ വഴിക്കല്ലേ വരുന്നേ? അല്ലേ മക്കളെ? എല്ലാവരും മക്കത്തേക്ക് ഇങ്ങോട്ട് വരിക. ഒരു കൂട്ടർ എന്തിനാ വരുന്ന? കഅബനെ എങ്ങനെയെങ്കിലും പൊളിക്കണം, കഅബയ്ക്ക് എന്ത് ചെയ്യണം? പോറലേൽപ്പിക്കണം. അങ്ങനെ വരും ചിലപ്പോൾ ശത്രുക്കൾ. നിങ്ങൾ കഅബ കണ്ടിട്ടുണ്ടോ? കഅബയുടെ കിനാവ് കണ്ടിട്ടുണ്ടോ? കഅബയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? അല്ലാഹു രക്ഷപ്പെടും. അങ്ങനെയെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ. അവിടെ പണ്ടൊരിക്കൽ കുറെ ശത്രുക്കൾ വന്നിട്ട് ഒരു 992 കാലത്താണ് അവിടെ നിന്ന് ഇമാമിനെ വെടിവെച്ച് കൊന്നിട്ട് മുസ്ലിങ്ങളെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് അവർ കൂട്ടർ വന്നത്. അങ്ങനെ അവർ വെടിവെക്കാൻ വേണ്ടിയിട്ട് തോക്കിങ്ങനെ ഉയർത്തിയതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കുണ്ട് അവരുടെ വയറ്റിലൂടെ എന്തോ ഒരു സാധനം, ഒരു ചക്കക്കുരു പോലത്തെ ഒന്ന് പോയി. അവരിങ്ങനെ തൊട്ടു നോക്കി, എന്തോ ഒരു സാധനം ഞങ്ങളെ പുറത്തിലൂടെ കയറി വരുന്നുണ്ടല്ലോ. നോക്കുമ്പോ വെടിയുണ്ടായിരുന്നു. മുസ്ലിം പട്ടാളക്കാർ വേക്കുന്ന വെടിവെച്ചതാണ്. മനസ്സിലായില്ലേ? അതിന്റെ രൂപം മനസ്സിലായില്ലേ? അവർക്ക് വെടിവെക്കാൻ വേണ്ടിയിട്ട് തോക്കിങ്ങനെ ഉയർത്തി, അപ്പൊ എന്തോ ഒരു സാധനം ബാക്കിലൂടെ കയറി വന്നതാണ്. നോക്കുമ്പോ ചുട്ട വെടികൊണ്ടതാണ്. ആ പന്നികൾ അവിടെ വെടികൊണ്ട് ചത്തുകൂടും. അപ്പൊ ലോകത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. കഅബ ശരീഫിന്റെ അടുക്കിലേക്ക് വരുന്നവരിൽ പോലും ഒന്നുണ്ടാവും, അതമില്ലാത്തവരുണ്ടാവും, കക്കാൻ വരുന്നവരുണ്ടാവും, ചെരുപ്പ് മോഷ്ടിക്കാൻ വരുന്നവരുണ്ടാവും, കഅബയെ തന്നെ പൊളിച്ചിട്ട് ഹജറുൽ അസ്വദിനെ കൊണ്ടുപോകാൻ വരുന്നവരുണ്ടാവും. ഹജറുൽ അസ്വദിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി അവിടെ ഒരു പട്ടാളക്കാരൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, നോക്കിക്കൊണ്ട് കൊണ്ടുപോകുന്നുണ്ടോ. അങ്ങനെ ലോകത്ത് എപ്പോഴും മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ ഉണ്ടാവും. അങ്ങനെ ഇരിക്കെ കഅബ ശരീഫിനെ തകർക്കാൻ വേണ്ടി ഒരു പട്ടാളം വരും. നോക്ക, ഹദീസിലുള്ളതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഘത്തെ മൊത്തം ഭൂമിയിലേക്ക് പിടിച്ചു താഴ്ത്തും. കേൾക്കുന്നില്ലേ? അങ്ങനെ പിടിച്ചു താഴ്ത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എല്ലാവരും ഭൂമിയിലേക്ക് താഴ്ന്നു പോകും. അവരിൽ കഅബ പൊളിക്കാൻ വന്നവരുണ്ട്, കച്ചവടത്തിന് വന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി മക്കയിലേക്ക് പോകുന്നവരുണ്ട്, ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോകുന്നവരുണ്ട്. എല്ലാവരും ഭൂമിയിലേക്ക് താഴ്ന്നു പോകും. പിന്നീട് അവരുടെ നിയ്യത്തനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രണ്ടാമത് വളർത്തിയെടുക്കും. അല്ലാഹു അവർക്ക് കൂലി കൊടുക്കും. മരിച്ചത് തന്നെ രണ്ടാമത് ഹയാത്താക്കില്ല. ഭൂമിയിലേക്ക് താണത് തന്നെ. പക്ഷേ അവരുടെ നരകത്തിന്റെ ശിക്ഷക്ക് വ്യത്യാസം ഉണ്ടാവും. നല്ലവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അക്കൂട്ടത്തിൽ സ്വർഗക്കാരായ ഉംറക്ക് വന്നവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതേസമയം കഅബ പൊളിക്കാൻ വന്നവരെന്ത് ചെയ്യും? നരകത്തിലിടും. ഇപ്പൊ എന്താ മനസ്സിലായോ? ഒരു യാത്രാ സംഘം, ഒരു ബസ്, അല്ലെങ്കിൽ ഒരു പ്ലെയിന്, അല്ലെങ്കിൽ ട്രെയിന്, ഏതെങ്കിലും ഒരു സാധനം, അതില് കുറെ ആളുകൾ കയറിയിട്ടുണ്ട്. അതില് നിങ്ങൾ ആരോ ഒരാൾ സുബഹി നിസ്കരിക്കാത്ത ആൾ കയറിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അയാളുടെ കുരുത്തക്കേട് കൊണ്ട് എന്ത് ചെയ്യും? അള്ളാഹ് ട്രെയിനിനെ തന്നെ മറിച്ചു കളയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പ്ലെയിന് കത്തിപ്പോവും, അള്ളാഹു കാക്കട്ടെ. അല്ലെങ്കിൽ ബസ് കൊക്കയിലേക്ക് മാറി.
എല്ലാവരും ചിലപ്പോൾ മരിക്കും, ചിലപ്പോൾ എല്ലാവരും ചുട്ടുപൊള്ളുന്ന തീ കൊണ്ട് അഗ്നിക്കിരയായി കത്തിപ്പോവും. കാഴ്ചയിൽ എന്തായി? ദുരന്തം പെട്ടു, മരണം, 10 മരണം, 80 മരണം പത്രത്തിൽ വരും. നിസ്കരിക്കാത്ത മോശമായ ഹറാമിയത്ത് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ അനുസരിച്ച് ശിക്ഷയും, അതിൽ പെട്ടുപോയ നല്ല ആളുകൾക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലിയും കിട്ടും. ബൈക്ക് അപകടത്തില്, കാർ അപകടത്തില്, പ്ലെയിൻ അപകടത്തിലൊക്കെ മരിച്ചുപോയ ആളുകൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകത്തിൽ നിന്ന് വീണ് മരിച്ച ആളുകളെ കുറിച്ച് ഷഹീദ് എന്ന് പറഞ്ഞ ഹദീസുണ്ട്. ഒട്ടകത്തിൽ നിന്ന് വീണ് മരിച്ചുപോയ സഹാബികളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഷഹീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ, ആ സ്ത്രീ പിന്നീട് ഷഹീദാകും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് പിന്നീട് കണ്ടത് ഒട്ടകപ്പുറത്തുനിന്ന് വീണ് മരിച്ചതാണ്, യുദ്ധത്തിൽ മരിച്ചതല്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഷഹീദിന്റെ കൂലി അവർക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എന്ത്? പഞ്ചസാര സർവത്താണ്. ഇത് മനസ്സിലാവണമെങ്കിൽ സർവത്ത് കുടിച്ചു കഴിയണം. അതിനിടയിൽ പഞ്ചസാരയുടെ മധുരത്തിന്റെ ഒരു കഥ പറയാം. നോക്ക്, പഞ്ചസാരക്കാണോ നിങ്ങളെ വായക്കാണോ മധുരം? പഞ്ചസാരക്കാ മധുരം? ഉറപ്പാണോ? തോറ്റു പോകരുത്, തോക്കാൻ പാടില്ല. മധുരമുള്ള സാധനമാണ് പഞ്ചസാര, അതുകൊണ്ട് അതിലിട്ട് കലക്കി തന്നിട്ടുണ്ട് അല്ലേ? പഞ്ചസാരക്കാണോ നിങ്ങളുടെ വായക്കാണോ മധുരം? ആരാ ഒന്നും ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ. അപ്പൊ പഞ്ചസാര വേണ്ട, വായ മാത്രം മതി. പഞ്ചസാര എന്നാൽ ആ പഞ്ചസാര കയ്യിലിട്ട് നോക്കും, മതിർക്കുന്നോ? മതിരിക്കുന്നുണ്ടോ? കയ്യിലിട്ടാ മതിരിക്കും. അതെന്താ മതിരിക്കാത്ത? വായയിലുള്ള അല്ലേ? അപ്പൊ വായക്കാണ് മധുരം അല്ലേ? അപ്പൊ ഒരു കല്ലെടുത്തിട്ട് വായിലിട്ട് മതിരിക്കുന്നുണ്ടോ? അപ്പൊ മധുരം ഇല്ലേ? ഇല്ല. അപ്പൊ നമുക്ക് തോന്നുകയാണ് അല്ലേ? അല്ല, വായയും പഞ്ചസാരയും ചേർന്നാലേ എന്താവുള്ളൂ? മധുരം ഉണ്ടാവുള്ളൂ. അതേപോലെ നിങ്ങളും നമ്മളും ശ്രദ്ധിച്ചാലേ ക്ലാസ് നടക്കുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ആള് മാറും. അപ്പോ ബഹുമാനപ്പെട്ട ദാനിയേൽ നബി അലൈഹിസ്സലാം പറഞ്ഞതും നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ലോകത്ത് അപകടങ്ങൾ ഉണ്ടാകുന്നത് തെറ്റ് ചെയ്ത ആളുകൾ ഉള്ളതായ സ്ഥലത്തും വാഹനത്തിലും യാത്രാ സംഘത്തിലും ഒക്കെയാണ് എങ്കിൽ അതനുസരിച്ച് നമ്മൾ ഭയപ്പെടുക തന്നെ വേണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ 2 കാര്യമാണ് ഇവിടെ വ്യക്തമായത്. ഒന്ന്, അതോടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സ്നേഹം ഉണ്ടാവും, രക്ഷയുണ്ടാകും. മറ്റൊന്ന്, നീയത്ത് നന്നാക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നവന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു രക്ഷ നൽകും. നീയത്ത് നന്നാക്കിയവരുള്ളത് കൊണ്ട് ആ നീയത്തനുസരിച്ച് എന്ത് അപകടത്തിൽപ്പെട്ടാലും, മറ്റുള്ളവർ തെറ്റ് ചെയ്തിട്ട് നമ്മൾ അപകടത്തിൽപ്പെട്ടാലും അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് അദബുകളിൽ നിന്നൊന്നായ നിസ്കാരം നമ്മൾ ശരിക്കു പാലിക്കണം. അതോടൊപ്പം അദബിന്റെ എല്ലാ മേഖലകളും നമ്മൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കളെ അനുസരിക്കണം. കുട്ടികളെ, ഉമ്മമാര് ചിലപ്പോ നമ്മോട് നിസ്കരിക്കുന്ന സമയമായിട്ട് നമുക്ക് നിസ്കരിക്കാൻ തോന്നൂല. അപ്പൊ ഉമ്മമാര് പറയും പള്ളിയിലേക്ക് പോകാൻ. അപ്പൊ നീ പോടി എന്ന് പറഞ്ഞ് നീ പോയിട്ട് കളിക്കരുത്. മനസ്സിലായില്ലേ? പണ്ട് ബഹുമാനപ്പെട്ട ഹവാം ഇബ്നു ഐസ് റളിയല്ലാഹു അൻഹു, ഹവാം റളിയല്ലാഹു അൻഹു, നല്ലൊരു കഥയാ പറയുന്നത്. ആരാണ്? അങ്ങനെ പിടിക്കണം. ആ പഞ്ചസാരക്ക് മധുരം കിട്ടാം. ആ പഞ്ചസാര ശരിയില്ല. അതാരാ പഞ്ചാര? ആ പഞ്ചാരനടുത്ത് പുറത്തിട്ട് ഹവാം ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു നോക്ക്, ഒരു സ്ഥലത്ത് പോയി അസർ നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. നമ്മളെ പോലെയല്ല, അദ്ദേഹം പള്ളിയിൽ പോയി. പള്ളിയിൽ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ഖബർസ്ഥാനിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കഴുതയുടെ തല പുറത്തു വന്നു. എന്നിട്ട് കഴുത കരയുന്നത് പോലെ എന്ന് കരഞ്ഞു. 2-3 വട്ടം കരഞ്ഞിട്ട് ആ ഖബറിന്റെ ഉള്ളിലേക്ക് അപ്രത്യക്ഷമായി.
ജനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത്രയും വലിയ അത്ഭുതം നടന്നിട്ട് കുട്ടികൾ പോലും ശ്രദ്ധിക്കുന്നില്ല. ഇതെന്താ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ നാട്ടിൽ ഇത് പതിവാണ്, എല്ലാവർക്കും ഇത് കണ്ട് കണ്ട് മടുത്തൊരു കാഴ്ചയാണ് എന്ന് മഹാനോട് പറയാം. അപ്പൊ എന്താണ് ഇതിന്റെ കാര്യമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങി 2-3 ആളോട് അന്വേഷിക്കുമ്പോ പറഞ്ഞു, ദേ ആ ഖബറിന്റെ അറ്റത്തിരിക്കുന്ന ആ ചെറ്റക്കൂലയിലൊരു ഉമ്മയെ കാണുന്നില്ലേ, ആ ഉമ്മാന്റെ പൊന്നു മോനാണ് ഈ ഖബറിലുള്ളത്, ആ ഉമ്മ ഓമരിച്ചുളർത്തിയ പൊന്നു തങ്കം. ആരെങ്കിലും ഉപയോഗിക്കാത്തവരുണ്ട്? സാരമില്ല, അതിനൊന്നും ഇങ്ങോട്ട് വലിച്ചാൽ മതി. അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ആരോ വലിച്ചതായിട്ടായിരിക്കും ഒന്ന് വലിച്ചു. അങ്ങനെ ശ്രദ്ധിക്കും, ഇങ്ങോട്ട് വലിച്ചിട്ട് അവിടെ ആരുമില്ലേ പുറത്ത്? ഈ കഥ എന്താണെന്ന് അറിയണ്ടേ? ശ്രദ്ധിക്കേ. ഹവാമു റളിയല്ലാഹു അൻഹു പുറത്തു പോയിട്ട് ചോദിച്ചു അതാരാണ്? അപ്പൊ പറഞ്ഞു ആ പെണ്ണുങ്ങളുടെ മകനാണിത്. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ പറയുന്നു, ഇയാൾ ഈ പെണ്ണുങ്ങളുടെ മകനാണെന്ന് പറഞ്ഞല്ലോ, ഒരനുസരണയില്ലാത്ത മകനാണ്, നമ്മളെ പോലെയല്ല. ഒരനുസരണയില്ലാത്ത വൃത്തികെട്ട ചെക്കനായിരുന്നു. അയാള് വളർന്ന് വലുതാകുമ്പോൾ കൂട്ടുകെട്ട് ശരിയില്ലാതെ കള്ളുകുടിയനായി മാറി. കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പാതിരാത്രി കയറി വരുമ്പോൾ ഉമ്മ ചോദിക്കും, എവിടെ പോയതാണ് ഇത്രയും നേരം എന്ന് ചോദിക്കുമ്പോ ഈ മകൻ പറയും, കഴുതയെപ്പോലെ അലറരുത്, പോയി അവിടെ ഇരിച്ച് തള്ളേ എന്ന് പറഞ്ഞ് ഇയാൾ ശകാരിക്കും. നമ്മളാരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? പറഞ്ഞാലുള്ള കുഴപ്പം മനസ്സിലാവും. ആ ഉമ്മക്ക് വേദനയായി, പൊന്നുമോനെ അങ്ങനെ പറയല്ലേടാ, കഴുത പോലെ അലറരുത്, പോയി അവിടെ കിടക്കുതല്ലേ, ഞാൻ എപ്പോഴും കയറി വരും, അങ്ങനെ പറയല്ലേടാ മോനെ. ഈ ഉമ്മ വേദനയോടെ പറയും. അങ്ങനെ ഇരിക്കെ ആ ചെക്കൻ കള്ളു കുടിച്ചിട്ട് ചത്തുപോയി എന്ന് പറയാം. കള്ളുകുടി വല്ലാത്ത തെറ്റാണ്, അതിനെക്കുറിച്ച് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും അത് കണ്ടാൽ എതിർക്കൽ നമ്മുടെ കടമയാണ്, അല്ലെങ്കിൽ മൊത്തം നശിച്ചു. നല്ലവർ അവരുടെ നിയത്തനുസരിച്ച് പിന്നീട് ആഖിറത്തിൽ രക്ഷപ്പെടും, അത് വേറെ കാര്യം. എങ്കിലും അപകടങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അയാൾ മരിച്ചുപോയി. മരിച്ചതിന്റെ ശേഷം അയാളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് അന്ന് മുതൽ തുടങ്ങിയതാണ്. കഴുത പോലെ അലറുന്നു എന്ന് പറഞ്ഞല്ലോ, ആ അസുറിന്റെ സമയത്താണ് ഉമ്മയെ ചവിട്ടിയത്, ഉമ്മയെ തെറി പറഞ്ഞത്. അതേ സമയത്താണ് പോലും അയാൾ ആ ഖബറിൽ നിന്ന് കഴുതയുടെ രൂപമായിട്ട് പുറത്തു വന്നിട്ട് എന്ന് കരയുന്നു. എങ്ങനെയാ കരയുന്നത്? എല്ലാവരും ഒന്ന് കാണിച്ച്. വേണ്ട, ശരിക്കും മേക്കപ്പ് ഇല്ലാതെ നിങ്ങളെപ്പോലെ കഴുതയുടെ ശബ്ദമാക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത് വേണ്ട. അപ്പൊ കഴുത പോലെ ആയി മാറിയ അവസ്ഥ ലോകത്തുണ്ടായത് എപ്പോഴാണ്? ഉമ്മയെ ചവിട്ടിത്തേറ്റപ്പോഴാണ്. എങ്കിൽ സുബ്ഹാനല്ലാഹ്, അദബ്, ഉമ്മ, ഉപ്പ, ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ട അദബുകളാണ്. എത്രത്തോളം ഉമ്മയെയും ഉപ്പയെയും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന കുട്ടികൾ എത്രയുണ്ട്, സലാം പറയുന്ന കുട്ടികൾ എത്രയുണ്ട്. ഉമ്മയുടെ വാക്ക് തിരസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതി പറയുന്ന ആ സമയത്ത് ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഓടിയിട്ട് പീടികയിൽ പോയി പാല് വാങ്ങിക്കൊണ്ടുവരാൻ അതവുള്ള കുട്ടികൾ എത്രയുണ്ട്. ഉമ്മ അത് പറഞ്ഞ് അവസാനം കട്ടൻ ചായയാണ് എനിക്ക് കിട്ടുക ഇന്ന് എന്ന് പറയുമ്പോഴാണ് നമ്മൾ പോവുക. അതേസമയം പണ്ടൊരു മഹാനുണ്ടായിരുന്നു. അയാൾ കാട്ടിലൂടെ യാത്ര പോകുമ്പോൾ നോക്ക്, ഒരു ഗുഹന്റെ ഉള്ളിൽ ബാക്കിയായി കുടുങ്ങിപ്പോയി. അയാൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ, ഞാൻ പണ്ടൊരിക്കൽ എൻ്റെ ഉമ്മാക്ക് പാല് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഉമ്മ ഉറങ്ങിപ്പോയി. അങ്ങനെ ആ ഉമ്മ ഉറങ്ങി ഉണരുന്നത് വരെ ഞാൻ പാല് കുടിക്കൂല എന്ന് പറഞ്ഞ് വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കാം. അപ്പോഴാണ് എൻ്റെ ഭാര്യ വന്നത്, എനിക്ക് അല്പം പാല് തരൂ. ഇല്ല, എൻ്റെ ഉമ്മാക്ക് കൊടുക്കാതെ, അതായത് എൻ്റെ അമ്മായിക്ക് കൊടുക്കാതെ ഞാൻ തരില്ല. കുറച്ച് കഴിയുമ്പോൾ അതാ എൻ്റെ മക്കൾ വന്നു, പാലുപ്പാ.
പാലുപ്പാന്നല്ലേ അയാളെ തരും, പാലുതാന്നാ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു പാല് തരൂല. പിന്നെയോ, എന്റെ ഉമ്മ പാല് കുടിക്കണം, അതുവരെ ഞാൻ തരില്ല. കുട്ടികൾ കാലിന്റെ അടിയിൽ ഇരുന്ന് പാലിന് വേണ്ടി കരഞ്ഞു. ഭാര്യ അവിടെ കുറെ നേരം ആലോചിച്ച് അവർ ഉറങ്ങിപ്പോയി. അവസാനമാകുന്ന നൃത്തത്തിൽ പാലുമായിട്ട് കാത്തു നിൽക്കുന്ന പൊന്നുമോന്റെ മുന്നിലേക്ക് ആ ഉമ്മ ഉണരുന്നത് സുബഹിയായ സമയത്താണ്. രാത്രി 11 മണിക്കോ മറ്റോ കിടന്നുറങ്ങിയ ആ ഉമ്മ എഴുന്നേൽക്കുന്ന എപ്പോഴാണ്? സുബഹി. അതുവരെ നൃത്തം. അന്ന് ആ ഉമ്മ പുഞ്ചിരിയോടെ, എന്റെ പൊന്നുമോനെ നീ ഇത്രയും നേരം നിൽക്കുമായിരുന്നു, നിന്റെ കാലിന് എത്ര വേദനിച്ചിട്ടുണ്ടാവും, ഇരിക്കുമോനെ എന്നും പറഞ്ഞ് വാങ്ങിയിട്ട് പാല് കുടിച്ചാൽ ലക്ഷ്യം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല റബ്ബേ. അത് ഞാൻ ചെയ്തത് നിനക്ക് വേണ്ടിയാണ് റബ്ബേ. നിന്റെ കൂലി ആഗ്രഹിച്ചിട്ടാണ് എന്റെ സ്വന്തം ഭാര്യയെയും മക്കളെയും പോലും വിശപ്പിനിട്ടിട്ട് എന്റെ ഉമ്മയെ ബഹുമാനിച്ചത്. അതുകൊണ്ട് ഈ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോൾ കല്ലിന് ജീവൻ വെച്ചു. കല്ല് അങ്ങ് മാറി. ഉമ്മാനെ ബഹുമാനിച്ചാൽ ഒരു ഭൂതത്തിന്റെ സഹായം വേണ്ട. കല്ലുകളൊക്കെ നമ്മുടെ കയ്യിലാണ്. കല്ലിങ്ങനെ കറകറ എന്ന് പറഞ്ഞ് മാറി നിന്നു എന്ന് ഹദീസിലുണ്ടെങ്കിൽ ഉമ്മ പറയുന്നിടത്തും ഉപ്പ പറയുന്നിടത്തും നിൽക്കണമെന്ന് മാത്രമല്ല, ഉമ്മാന്റെയും ഉപ്പാന്റെയും ചങ്ങാതിമാരെയും സ്നേഹിക്കണം. എന്ന് പറഞ്ഞാൽ ഉമ്മാക്കുപ്പാക്ക് ആരൊക്കെ സ്നേഹിക്കണം, ആരോടൊക്കെ സ്നേഹമുണ്ട് അവരെ നമ്മൾ ബഹുമാനിക്കണം. എന്തുകൊണ്ട്? അത് ഉമ്മാന്റെ കൂട്ടുകാരനാണ്. ഹദീസിലുണ്ട്, ഇന്ന അബറൽ ബിദ്ദി സിലത്തുർ റജുലി അഹ്ലഹുദ്ദഅബി. ഉപ്പയുടെ ഫ്രണ്ടുകളെ കാണുമ്പോൾ ഇതെന്റെ ഉപ്പാന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് ബഹുമാനിക്കുക എന്നുള്ളത് നന്മകളിൽ നിന്നും ഒരു മനുഷ്യൻ കുടുംബബന്ധം ചേർക്കുന്നതിലും പെട്ടതാണ് എന്ന് ഖാല റസൂലുള്ളാഹി. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒട്ടകപ്പുറത്ത് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് കേട്ടോ. സുബഹി നിസ്കരിച്ചവരാണെങ്കിൽ ശ്രദ്ധിക്കും, സുബഹി നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കും. കാരണം എന്താ? സുബഹി നിസ്കരിക്കാത്ത ആളെ കാതില് പിശാച് മൂത്രം ഒഴിച്ചു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ ആരുടെ കാതിൽ ആ മൂത്രമുള്ളത് എന്ന് നമുക്ക് നോക്കാം. നാറുന്നുണ്ടോന്നല്ല, ഉറക്ക് തൂക്കുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ ഒരു അറാബിയായ അടിമ ഇങ്ങനെ വരികയാണ്. ഒരു അറബി, കാട്ടിലെ ഒരു അറബി. കാട്ടറബി എന്ന് പറഞ്ഞാൽ ടൗണിലെ അറബിയല്ല, ഉൾപ്രദേശത്തുള്ള ഒരു അറബി. അയാൾ വരുമ്പോൾ ഖലീഫയായ നാട്ടിലെ രാജാവായ ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി. എന്നിട്ട് അയാളെ ഒട്ടകപ്പുറത്ത് കയറ്റി അയാളെ ഇങ്ങനെ ഊന്തിക്കൊണ്ട് അയാളോട് സംസാരിച്ചുകൊണ്ട് കുറെ നേരം സംസാരിച്ചു, നടന്നു. അവസാനം അയാളുടെ ഏതോ ഒരു മേഖലയിലെത്തിയപ്പോൾ അയാൾ ഇറക്കി സലാം പറഞ്ഞു തിരിച്ചു. ജനങ്ങൾ ചോദിച്ചു, എന്താ ഉമറേ, എന്താ ഖലീഫ നിങ്ങൾ ഈ കാണിച്ചത്? ആ സമയത്ത് പറഞ്ഞു, ഇയാൾ എന്റെ ഉപ്പയുടെ കൂട്ടുകാരനായിരുന്നു. ഇയാള് എന്റെ ഉപ്പാന്റെ ചങ്ങായി. നിങ്ങൾ ഉപ്പാന്റെ ചങ്ങായിമാരെ അറിയില്ലേ? അത് അപ്പുറത്തിപ്പുറത്തൊക്കെ വന്നിട്ട് രാത്രി സംസാരിക്കുന്ന ഉപ്പായുടെ ചങ്ങായിമാര്, ബിസിനസ് പാർട്ട്ണർമാരില്ലേ? ആ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഉപ്പാന്റെ കൂട്ടുകാരന്റെ അടുത്ത് നിങ്ങൾ പോയ അങ്ങനെയൊക്കെ ഒരു ഉപ്പാന്റെ ചങ്ങായിമാരില്ലേ? അവരെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല അല്ലെ? അവരെ വരെ മൈൻഡ് ചെയ്യണം. എന്തിന്റെ പേരില്? ഉപ്പായോടുള്ള സ്നേഹത്തിന്റെ പേരിൽ. ഉപ്പായുടെ സ്ഥാനത്ത് നിൽക്കുന്നവരെ മുഴുവനും നമ്മൾ ബഹുമാനിക്കണം. അതാരാ? ഉപ്പായുടെയും ഉമ്മയുടെയും സ്ഥാനത്ത് ഉപ്പയില്ല എങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന നമ്മളെ പോറ്റുന്ന ആളുകൾ ഉപ്പ, അല്ലെങ്കിൽ ഇളയുമ്മ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ജ്യേഷ്ഠന്മാർ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽ ഖാലതു ബിമൻസിലത്തിൽ ഉമ്മ. ഇളയുമ്മ ഉമ്മയുടെ സ്ഥാനത്താണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസാണ്, മനസ്സിലായിട്ടോ? ഇളയുമ്മ ഉമ്മയുടെ സ്ഥാനത്താണ്. എളാമാനൊന്നും നമ്മൾ കൂട്ടാക്കുന്നില്ല. അങ്ങനെയാകരുത്. എളാമയുടെ വീട്ടിലേക്ക് മദ്രസ ലീവുള്ള ദിവസം പോകന്നെ വേണം. ഉമ്മ വിട്ടിട്ട് പോകണം മാത്രം. ഉമ്മയോട് ചോദിക്കാതെ പോകരുത്. പിന്നെ അവസാനം നാട്ടിലൂടെ കമ്പി അടിക്കേണ്ടി വരും. പിന്നെയോ ഒരു കുട്ടിയുടെ ജ്യേഷ്ഠൻ അഥവാ നമ്മുടെ സഹോദരൻ ഇച്ഛ അല്ലെ, ആ സഹോദരൻ ഉപ്പയെ പോലെയാണ്. ഖാല റസൂലുള്ളാഹി. ഉപ്പാനെ പോലെയാണ് സ്വന്തം ജ്യേഷ്ഠൻ. ഉപ്പ നാട്ടിലില്ല, അല്ലെങ്കിൽ ഉപ്പ ഇല്ല എങ്കിൽ ജ്യേഷ്ഠനെ അനുസരിക്കണം. നീ പറയണട പോട. ജ്യേഷ്ഠനും അനുജനും കൂടി ഭയങ്കര തല്ലി. അത് നല്ല കുട്ടികളുടെ സ്വഭാവമല്ല.
ജ്യേഷ്ഠനെ കണ്ടെടുത്ത് വെക്കൂല, ആര് ചെറുത്, അവനെ പേടിച്ചിട്ട് ജ്യേഷ്ഠൻ നാട് വിടുകയാണ്. ചെറിയ 2 LKG കുട്ടികളെ പറയുന്നു. പിന്നെ വലുതാകുമ്പോൾ അതിനനുസരിച്ച് തല്ലായാൽ എന്താവും? അതുകൊണ്ട് കുട്ടികൾ അവരുടെ ജ്യേഷ്ഠന്മാരെ ബഹുമാനിക്കുക തന്നെ വേണം. ആരെ ബഹുമാനിക്കുന്നത് പോലെ? ഉപ്പയെയും ഉമ്മയെയും ബഹുമാനിക്കുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വാടാ എന്ന് പറയുമ്പോൾ അനുസരിക്കാൻ കഴിയണം. പണ്ടൊരു കുട്ടി, നമുക്ക് നല്ല കഥയാണ്, കർണാടകയില് ഒരു പണമൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പണമൂർ, ഇത് പണമൂർ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നല്ല കച്ചവടമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്നോ മേടിക്കണം, ഉപ്പാക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പൊ രാത്രി അതായത് അവനൊന്ന് പിടിച്ചുകൊണ്ടുവന്നു. എന്താ അവന്റെ പേര്? എത്രാം ക്ലാസ്സാണ്? 4ാം ക്ലാസ്സിന്റെ കുട്ടി. 4ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ഔലിയാക്കന്മാരെ കാണാൻ. എന്നിട്ട് നിങ്ങൾ സംസാരിക്കാം, കലാം പറയുന്ന വിഷയത്തിലുള്ള ക്ലാസ്സല്ലേ. അപ്പൊ നോക്കിങ്ങള് എൻകു എന്ന് പറഞ്ഞൊരു ചെക്കനാണ്. ആ ബാക്കിലുള്ളവന്റെ പേരെന്താ? എൻകുന്നാ. എൻകു എന്ന് പറഞ്ഞൊരു ചെക്കൻ ഉണ്ടായിരുന്നു പണ്ട്. അവനല്ലല്ലോ അത്. അങ്ങനെയുള്ള ഒരു ചെക്കൻ്റെ കഥ പറയും. മണ്ടൻ, എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. എൻകു, എന്താ പേര്? എൻകു. എൻകു, എന്നിട ഒരു ഫുൾ സ്റ്റോപ്പ് ഇട, കു. എൻ കു, എൻ കു, ടു എന്നല്ല കേട്ടോ, എൻ കു. അങ്ങനെ തന്നെ ഒരു ചെക്കനാണ്. ആ ചെക്കൻ എന്ത് ചെയ്തു നോക്കി? ആ ചെക്കൻ്റെ ഉമ്മയും ഉപ്പയും രാത്രി സംസാരിക്കുക, നാളെ നമുക്ക് എൻകുനെ ഒന്ന് പണമൂറിലേക്ക് അയക്കണം. എന്തോന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അയക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ കേൾക്കാണ് ഉമ്മായും ഉപ്പയും സംസാരിക്കുന്നത്, നാളെ എൻകുനെ പണമൂറിലേക്ക് അയക്കണം. രാത്രിയാണ് ഇത് കേൾക്കുന്നത്. നാളെ എൻകുനെ പണമൂർക്ക് അയക്കണമെന്നാണ് കേൾക്കുന്നത്. ഇവരെന്ത് ചെയ്തു? രാവിലെ എണീച്ച ഉടനെ ഷെഡി ഇട്ടിട്ട് വച്ച പോകും. എവിടേക്ക്? പണമൂർക്ക് പോയിട്ട് അവിടെ നടന്ന് ക്ഷീണിച്ച് പണമൂർക്കെത്തി. ആ ഒരു കൗണ്ടറിലേക്ക് എത്തി. അവിടെ നിന്ന് തിരിച്ചു വന്നു. ഒരു 8-8:30 ചായ കുടിക്കാനാകുമ്പോൾ അവൻ തിരിച്ചു. ഉമ്മായി പേടിച്ചിട്ട് ചോദിച്ചു, നീ എവിടെ പോയിരുന്നാണ് ഇത്ര നേരം? ആകെ മനുഷ്യൻ പേടിച്ചു പോയല്ലോ. ഞാൻ പണമൂർക്ക് പോയിട്ട് വന്നേ. എവിടേക്ക്? പണമൂർക്ക്. ആരാ ഇത് പറയുന്നത്? എൻകു. ആര്? എൻകു. അപ്പൊ ഉപ്പ എന്തിനാണ് ഈ പോയത്? ആരാ നിന്നോട് പോവാൻ പറഞ്ഞ? എന്താ നീ അവിടുന്ന് കൊണ്ടുവന്നേ? അങ്ങനെയുള്ള ചില ആരുണ്ട്. ആ എൻകുവിനെ പോലെ ആകരുത്. എന്തിനാണ് ഉമ്മ പോവാൻ പറയുന്നത്? അവിടെ നിന്ന് എന്താ വാങ്ങേണ്ടത്? എന്താ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത ചില കുട്ടികളുണ്ട്. അതുപോലുള്ള പോക്കാകരുത്. ജ്യേഷ്ഠനോട് ചോദിക്കണം, എന്തിനാണ് ഞാൻ പീടികയിൽ പോകേണ്ടത്? പോവാൻ പറഞ്ഞാൽ പോകണം. പാല് മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കണം. പ്ലേറ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമാണോ, അതൊക്കെ വാങ്ങിക്കൊടുക്കണം. ആര്? ചെറിയവർ വലിയവർക്കും, വലിയവർ ചെറിയവർക്കും പരസ്പരം സ്നേഹം വേണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്ന മിൻ ഇജ്ലാലില്ലാഹ്, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് കുട്ടികളെ വലിയവരോടും ആവാം. എന്ത്? ഇക്റാമുദി ശൈബത്തിൽ മുസ്ലിം, മുസ്ലിമീങ്ങളിൽ നിന്ന് തല നരച്ച തല മൂത്ത ആളുകളെ ബഹുമാനിക്കൽ, വലിയവരെ ബഹുമാനിക്കൽ. മനസ്സിലായോ? വലിയവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ, അവരെ കാണുമ്പോൾ കാലിന്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റൽ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ്. മനസ്സിലായോ അതിന്റെ വാക്കിന്റെ ഗൗരവം? അള്ളാഹുവിനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? കാലിന്റെ മേലെ കയറ്റി വെക്കുന്ന കാര്യം അള്ളാഹുവിനെ കാണുമ്പോൾ പേടിച്ചിട്ടില്ലാവൂലേ? അള്ളാഹ് മുമ്പിൽ കാണുന്നുണ്ട് എന്ന് പേടിച്ചിട്ടാ നമ്മൾ നിസ്കാരത്തിൽ ഇപ്പൊ നിൽക്കുന്നുള്ളേ. നിയ്യത്തും ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ടിരിക്കുക, ബാക്കി ഓതിയിട്ടില്ല. അത് എങ്ങനെയിരിക്കണം ഇൻഷാഅല്ലാഹ്. ഇപ്പൊ അങ്ങനെ നിന്നാൽ അള്ളാഹു മുമ്പിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പേടിയുണ്ടാവൂലേ? ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല, അള്ളാഹുവിനെ ബഹുമാനിക്കും പോലെ അള്ളാഹിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് എന്ത്? ഇക്റാമുൽ ശൈബത്തിൽ മുസ്ലിം,
തലനരച്ച വാർദ്ധക്യമുള്ളവരെ അല്ലെങ്കിൽ നമ്മളെക്കാളും മൂത്തവരെ ബഹുമാനിക്കലെന്ന് കാല റസൂലുള്ളാഹി. അപ്പോൾ നമ്മൾ വലിയവരെ കാണുമ്പോൾ നിൽക്കണം. പീടികത്തിണ്ടയില് നമ്മൾ ഇരിക്കുമ്പോൾ ഒരാള് പീടികയിലേക്ക് സോഡ കുടിക്കാൻ വരികയാണ്, നമ്മളെക്കാളും മൂത്ത ആളാണ്. അപ്പൊ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് നിൽക്കുന്ന കുട്ടിയെ കാണുമ്പോൾ അയാൾ ചോദിക്കും, നീ ആരുടെ മോനാ? ഞാൻ പാപ്പുമാന്റെ മോൻ.